എടുക്കാം ക്ലാസ്. So next heading, Pauli's exclusion principle. Pauli's or Pauli exclusion principle. So Pauli's exclusion principle അനുസരിച്ച് Pauli's statement ഇതാണ്: no two electrons in an atom exist in same quantum state. That means no two electrons in an atom exist in the same quantum state. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നായിരിക്കും? നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എക്സിസ്റ്റ് ഇൻ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. നമ്മളിപ്പം ക്വാണ്ടം നമ്പറിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, magnetic orbital quantum number, magnetic spin quantum number, etc. That means no two electrons has all the same quantum numbers. All the same quantum numbers. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും. Consider the K shell. K ഷെല്ലിന്റെ എന്നിന്റെ വാല്യൂ എത്രയാണ്? n. റാഷിന, n എത്രയാണ് K ഷെല്ലിന്? n is equal to ആഷ്ന, ഹരിത. എന്നിന്റെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാകുമ്പോഴാണ് K ഷെൽ? ആഷ്ന, എന്നിന്റെ വാല്യൂ 1. When n is equal to 1, that is equal to or that is a K shell. ഇനി എല്ലിന്റെ വാല്യൂ എങ്ങനെയാണെന്നാ പറയണേ? എല്ലിന്റെ വാല്യൂ 0 to n-1. 0 to n-1 വാല്യൂ പോസിബിൾ ആണ്. അപ്പം ഇവിടെ n1 ആണെങ്കിൽ 0 to 1-1 എത്രയായി പോവും? 0 തന്നെ ആയി പോവും. അപ്പൊ എല്ലിന്റെ വാല്യൂ എത്രയാണ് ഇവിടെയും? 0. n1 l0. l0 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണ്, അല്ല ഏത് ഓർബിറ്റ് ആണ്? എസ് ഓർബിറ്റ്. l0 എസ്, l1 പി, l2 ഡി, അങ്ങനെ പോകും. ഇനി സ്പിന്നിന്റെ വാല്യൂ ഏത് പറ്റും? +1/2 പറ്റും, -1/2 പറ്റും. ഇനി ml-ന്റെ വാല്യൂ, ml equal to -L2 plus L value. That is equal to 2L plus 1 values പറ്റും. That is equal to L എത്രയാണ് ഇവിടെ? 0. അപ്പം ml-ന് ഒരു വാല്യൂ ഉള്ളൂ, -0 plus 0 or ml equal to 0 and ms is equal to plus or minus 1/2. ഇപ്പൊ നോക്കിയേ എത്ര സ്റ്റേറ്റ് അല്ലെ K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പറ്റും? n1 എസ് ഓർബിറ്റൽ മാത്രമേ പറ്റുള്ളൂ. എസ് ഓർബിറ്റലില് +1/2 സ്പിന്നുള്ള ഇലക്ട്രോണും -1/2 സ്പിന്നുള്ള 2 ഇലക്ട്രോൺ. ദാറ്റ് മീൻസ് 1s2 അത് മാത്രമേ K ഷെല്ലിൽ ഫോം ചെയ്യുള്ളൂ. ശരിയല്ല അതിന്റെ അർത്ഥം? n1 l0, സോ ദാറ്റ് ഈസ് s2, 2 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. ഒരെണ്ണോട് എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് എൽ ഷെൽ എടുക്കാം. എൽ ഷെൽ, എൽ ഷെല്ലിന്റെ n എത്രയാ ആഷ്ന? n എത്രയാ?
n is equal to 2. അപ്പൊ എല്ലിന് ഏതൊക്കെ വാല്യൂ പറ്റും? 0 to n minus 1, that is equal to 0 to 2 minus 1, or 0യും 2 minus 1 1, 0യും 1ഉം പറ്റും. കണ്ടോ, n2 എൽ ഷെല്ലിൽ 2 ഓർബിറ്റ്സ് ഉണ്ട്. ഇനി എസിന്റെ വാല്യൂ നമുക്കറിയാം, സ്പിന്നാണ്, +or-1/2. എം എൽ എന്ന് പറയുന്നത് -L2 + L. എം എൽ ഇവിടെ 2 കേസ് പറ്റും അല്ലേ? L 0 ആകുന്ന ഒരു കേസിലും L 1 ആകുന്ന കേസിലും. എം എല്ലിന് L 0 ആണെങ്കിൽ -L2 + L, that is equal to -0 to 0 or 0 മാത്രം. ഇനി L 1 ഉണ്ട്. L 1 ആണെങ്കിലോ -1 to +1. അപ്പം -1 0 1. അപ്പൊ എം എല്ലിന് ഏതൊക്കെ സ്റ്റേറ്റ് പറ്റും? 0 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. സോ ഇനി എം എസ് അഗെയിൻ ഈക്വൽ ടു +or-1/2. ഇനി നോക്കിയേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n2 ആയിരുന്നു. അപ്പൊ അത് എൽ ഷെല്ല്. ഇവിടെ L 0 ആണെങ്കിൽ അത് ഏത് ഓർബിറ്റ് ആണ്? എസ് ഓർബിറ്റ്. L2 0 ആകുമ്പോൾ ഇവിടെ എസ് ഓർബിറ്റും പറ്റും, പി ഓർബിറ്റും പറ്റും. ഇനി ഇവിടെ നോക്കിയേ, L 0 ആകുമ്പോൾ ഒരെണ്ണം, ഇവിടെയോ, ഇവിടെ എത്ര എണ്ണം പറ്റും? L 0 ആകുമ്പോൾ -0 to 0 0. എം എല്ലിന് ഒരു 0 വാല്യൂ പറ്റും. ഇവിടെ മൊത്തം എത്ര എണ്ണം പറ്റും? 1 2 3 3 ഓർബിറ്റ് പറ്റും. 1 2 3. അപ്പൊ നോക്കി, 2ന്റെ കേസിൽ അതല്ലേ നമ്മൾ പറയണേ, 2s2 2p6 അല്ലെ? നിങ്ങൾ അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി? ഈ വാല്യൂ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വിധം. L 0 ആയി കഴിഞ്ഞാൽ എം എൽ എന്ന് പറയുന്നത് 0 ആണ്. L 1 ആയി കഴിഞ്ഞാൽ, അല്ല ഇവിടെ ഒന്നുകൂടെ എഴുതിക്കൂ, n2 L 0 എം എൽ. ഇവിടെ n2 L 1 എം എൽ -1 0 1. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഒരു ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ പറ്റുമെങ്കിൽ 2 4 6. സോ മൊത്തം എത്ര സ്റ്റേറ്റുകൾ പറ്റും? 2 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ എൽ ഷെല്ലിൽ എം എൽ 0 ആകുന്ന ഒരെണ്ണം പറ്റും, എം എൽ -1 ആകുന്ന ഒരെണ്ണം പറ്റും, എം എൽ +1 ആകുന്ന ഒരെണ്ണം പറ്റും. പിന്നെ എം എസിന്റെ വാല്യൂ +or-1/2. ഇങ്ങനെയാണ് ഓരോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലും എസും എം എല്ലും എം എസും ഉണ്ട്. എം എൽ എന്ന് പറയുന്നത് -L മുതൽ +L വരെ. എല്ലാം ഉണ്ട്, ഏതൊക്കെയുണ്ടോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാം 0 ഉള്ളെങ്കിൽ ഇവിടെ 0യും ഉണ്ട് 1ഉം ഉണ്ട്. അപ്പൊ 1 ഉള്ളപ്പം നോക്കിയേ, 1 ഉള്ളപ്പം 1ന് കറസ്പോണ്ടിങ് ആയിട്ട് -1 to +1, -1 0 1. ഇനി എസും 2 പിയും മാത്രമേ എല്ലുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളുടെ 2ന്റെ കൂടെ 1s2 2s2 2p6 3s2 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓഫ് പ്രിൻസിപ്പൽ അനുസരിച്ച് എഴുതുമ്പം 2ന്റെ കൂടെ 2sഉം 2pയും വരും. ഇപ്പൊ എസ് ഓർബിറ്റിൽ പറ്റും, പി ഓർബിറ്റിൽ പറ്റും. പിന്നെ എം എൽ അനുസരിച്ച് 3 സെപ്പറേഷൻ കൂടി പറ്റും. ഇതിനകത്ത് ഓരോന്നിലും 2 സ്റ്റേറ്റോടെ പറ്റും. എന്നുവെച്ചാൽ ഈ -1 ഉള്ള സ്റ്റേറ്റിൽ +1/2 ഉള്ള സ്പിന്നും പറ്റും, -1/2 പറ്റും. 0യിലും +1/2 പറ്റും, -1/2 പറ്റും. +1ലും +1/2 പറ്റും, -1/2 പറ്റും. ഓക്കെ, പ്രശ്നം മനസ്സിലായോ? എഴുതുന്നത് എം എൽ എഴുതാകുമ്പോൾ -L മുതൽ +L വരെയും കൊടുക്കണം.
ക്ലിയർ ആയോ? കൺസിഡർ എൽ ഷെൽ. ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ അതൊന്നുകൂടെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. എൽ ഷെൽ എടുത്ത് എൽ ഷെല്ലിന്റെ എൻ എത്രയാ? 2. n ഈക്വൽ ടു 2. ഇനി എൽ കഴിഞ്ഞാൽ എൻ കഴിഞ്ഞാൽ എല്ല് പറ്റും അല്ലേ? എൽ എവിടം വരെയാ പറ്റണത്? 0 to n-1 വാല്യൂ പറ്റും. ഇപ്പൊ എത്ര എണ്ണം പറ്റും? 0 to 2 - 1. അപ്പം 0 ഉം 1 ഉം. 0 ഉം 1 ഉം. 0 ആണെങ്കിൽ അത് ഏത് ഓർബിറ്റാ? S. എസ്. എൽ 1 ആണെങ്കിൽ P. പി. ഇത്രയും ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി എസ് അവിടെ നിന്നോട്ടെ. എസ് നമുക്കറിയാം +or-1/2. ഓരോ സ്റ്റേറ്റിലും ഇതൊരെണ്ണേ ഉള്ളെങ്കിൽ ഈ എസിനകത്ത് ഒരു +½ സ്പിന്നുള്ള ഇലക്ട്രോണും പറ്റും, -½ സ്പിന്നുള്ള ഇലക്ട്രോണും പറ്റും. അതുപോലെ രണ്ടിലും പറ്റും. ഇനി നമുക്ക് എടുക്കേണ്ട എം എൽ ആണ്. എം എല്ലിന് ഇവിടെ 2 വാല്യൂ പറ്റും. എം എൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും L 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും. L 0 ആകുമ്പം എം എൽ ഈക്വൽ ടു -02 +0 അല്ലെങ്കിൽ 0 മാത്രം. എം എൽ 1 ആകുമ്പോൾ L 1 ആകുമ്പോൾ എം എല്ലോ -1 0 +1 3 സ്റ്റേറ്റ് പറ്റും. പിന്നെ എം എസ് എന്ന് പറയുന്നത് +or-1/2. അപ്പൊ നോക്കിയേ, n 2 ആയതിനകത്ത് എൽ ഷെല്ല് പറ്റുള്ളൂ. എൽ ഷെല്ലിൽ 2 ഓർബിറ്റ് ഉണ്ട്. ഇനി 2 ഓർബിറ്റിനകത്ത് 3 രീതിയിൽ എം എല്ലിന്റെ വാല്യൂ 3 രീതിയിലുള്ള ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യും. അപ്പം ഇവിടെ നോക്കിയേ, എം എൽ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല? ആഷൻ എഴുതിയത് 1 ആണെങ്കിൽ -L2 +L -1 0 1. എം എസ് +1/2. ഇനിയിപ്പം ഇതിനകത്ത് +1/2 -1/2 ഉള്ള 2 പറ്റും, ഇതിനകത്തും 2 പറ്റും, ഇതിനകത്തും 2 പറ്റും. മനസ്സിലായോ? അതിനാച്ചാല് ഓരോന്നിലും ഇത്രയുണ്ടല്ലോ. 2 എന്ന് പറയുമ്പോൾ ഒരു +1/2 സ്പിന്നുള്ളതും ഒരു -1/2 സ്പിന്നുള്ളതും. ഇവിടെ ഒരു +1/2 സ്പിന്നും -1/2 ഒരു സ്പിന്നും. ഇവിടെയും +1/2 ഒരു സ്പിന്ന്, -1/2 ഒരു സ്പിൻ. അപ്പൊ ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. n എത്ര? L കിട്ടുമ്പോഴേ n കിട്ടും. n കിട്ടിയാൽ n L എന്ന് പറയുന്നത് 0 to n-1. 2 - 1 0യും 1. അവിടുന്ന് ഇത് എഴുതാൻ പറ്റും. 1s2 ഇപ്പൊ 2 അല്ലേ? 2s2 2p6. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ പറ്റും? 6 2 8 ഇലക്ട്രോൺ. ഇവിടെ നോക്കിയേ, ഇവിടെ 2 പറ്റൂ എന്ന് പറഞ്ഞു, ഇവിടെ 2 പറ്റൂ എന്ന് പറഞ്ഞു, ഇവിടെ 2 പറ്റൂ എന്ന് പറഞ്ഞു. 6. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 2 പറ്റും. മൊത്തം എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ പറ്റും. ഇനി എം എല്ലിന്റെ വാല്യൂ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എം എല്ലിന്റെ വാല്യൂ -L മുതൽ +L വരെ. ഇവിടെ 2 L ഉണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് എം എൽ എഴുതണം. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയി 0യും കിട്ടും, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കിട്ടും, -1 0 +1. ഓരോന്നിലും 2 ഇലക്ട്രോൺ വീതവും പോസിബിൾ ആണ്. ക്ലിയർ ആയോ ആഷ്ന? മനസ്സിലായി സർ. നമുക്ക് എമ്മിന്റെ എഴുതി നോക്കാം. എമ്മിന്റെ എഴുതുമ്പം n എത്രയായി? എമ്മിന്റെ എം ഷെൽ n is equal to 3. n 3 ആണ്. L എന്ന് പറയുന്നത് 0 to n-1. അപ്പൊ L ന് ഏതൊക്കെ പറ്റും? 0 1 2 3 L ഉണ്ട് ഇവിടെ. ഓക്കെ, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് L 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലായിരിക്കും, L 1 ആണെങ്കിൽ അത് പി ആയിരിക്കും, L 2 ആണെങ്കിൽ അത് ഡി ആയിരിക്കും. അപ്പൊ നോക്കി ഏതൊക്കെ പറ്റും? 3ക്ക് 3s2 3p6 3d10 അത്ര എണ്ണം പറ്റും. ഇനി L കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എസ് നമുക്കറിയാം +or-1/2.
എം എൽ എഴുതണം. എം എല്ലിന് ഇവിടെ 3 കേസ് ഉണ്ട്. L0 ആകുന്ന കേസ്, L1 ആകുന്ന കേസ്, L2 ആകുന്ന കേസ്. L0 ആകുമ്പം എം എൽ എന്ന് പറയുന്നത് -L2 + L0 തന്നെ. ഇവിടെ എം എൽ എന്ന് പറയുന്നത് -1 0 1. ഇവിടെ എം എൽ എന്ന് പറയുന്നത് -2 -1 0 1 2. അപ്പം ഇനി ഓരോന്നിലും എത്ര എം എസ് വീതം പറ്റും? അപ്പൊ നോക്കി എത്ര എണ്ണം പറ്റുമെന്ന്. ഇവിടെ ഒരെണ്ണം പറ്റും. ഇവിടെ L1 അയക്കുന്ന പി ഓർബിറ്റിൽ ഓരോ ഓർബിറ്റിൽ നോക്കാം. L0 ഇത് S ഓർബിറ്റ്, ഇത് പി ഓർബിറ്റ്, ഇത് ഡി ഓർബിറ്റ്. S ഓർബിറ്റിനകത്ത് ML0 ആകുന്ന ഒരു കേസ് മാറ്റം. പിക്കകത്ത് ഈ സ്റ്റേറ്റ് 2 ഇലക്ട്രോൺ, ഈ സ്റ്റേറ്റ് 2 ഇലക്ട്രോൺ, ഈ സ്റ്റേറ്റ് 2. അതാണ് ഇവിടെ വരുമ്പോൾ 3p6. 3D ഇതിനകത്ത് 2 2 4 6 8 10 കണ്ടോ, 3D10 അത്ര എണ്ണം പോസിബിൾ ആണ്. ഇത് അറിയുന്നത് ഇങ്ങനെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ക്വാണ്ടം നമ്പർ എഴുതി നോക്കുമ്പോൾ ഇവിടെ ഇപ്പം 3s2 3p6 3d10 മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. n കിട്ടിക്കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് 0 to n-1. അത് 3 എണ്ണം ഉണ്ടെങ്കിൽ 0 1 2 വന്നാൽ SPD. പിന്നെ എം എല്ലിന് ഓരോ എല്ലും എടുക്കണം. ഓരോ എല്ലിനും -L2 + L വാല്യൂ. ഇവിടെ ഒരെണ്ണം പറ്റും. L1 ആണ് -1 മുതൽ +1 വരെ, -1 0 +1. ഇവിടെ -2 -1 0 1 2. ഇവിടെ 5 എണ്ണം. അപ്പൊ 3s2 3p6 3d10. ക്ലിയർ ആയ ആഷ്ന? ചെയ്തായിരുന്നോ? ഇതിന്റെ ആൻസർ ചെയ്തായിരുന്നോ? കിട്ടിയായിരുന്നല്ലോ അല്ലേ? ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേര് കേട്ടോ. ഈ പ്രോബ്ലം ഇതിങ്ങനെ ഓരോ എല്ലിൻ്റെ എമ്മിൻ്റെ വാല്യൂ ചോദിച്ചാൽ ചെയ്യാൻ പ്രോബ്ലമായിട്ട് ചെയ്യാൻ അറിയണം. ഓക്കെ. സോ നെക്സ്റ്റ് ഹെഡിങ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഇനി അത് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് dipole moment due to orbital motion of electron. ഇപ്പൊ മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ ഇലക്ട്രോൺ എങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നതെന്നാ പറഞ്ഞേ? ഇലക്ട്രോൺസ് ആർ revolving around an elliptical orbit and nucleus is situated at one of its foci. ഇവിടെ ഇപ്പൊ ന്യൂക്ലിയസ് ഇരിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഇതിലൂടെ ഇങ്ങനെ റിവോൾവ് ചെയ്യും. അപ്പം അതൊരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു മേജർ ആക്സിസ് ഇങ്ങനെ എലിപ്സിന് വരയ്ക്കാം, അതുപോലെ തന്നെ നമുക്കൊരു മൈനർ ആക്സിസ് വരയ്ക്കാം. അന്ന് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിനൊരു റേഡിയൽ പാർട്ടും ഉണ്ട്, അതുപോലെ ഒരു ആംഗുലാർ പാർട്ടും ഉണ്ട് അല്ലേ? ഇവിടെയാ ഇലക്ട്രോൺ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലെറ്റ് കൺസിഡർ ഹിയർ ഇറ്റ് മേക്ക് ആൻ ആംഗിൾ ഫൈ. നൗ കൺസിഡർ a very small portion on this orbit. വളരെ ചെറിയ ഒരു പോർഷൻ എടുക്കുക ഇതിനകത്ത്. അപ്പം നമുക്ക് ഇവിടെ ഒരു d5 വെരി സ്മോൾ ആംഗിൾ ഉള്ള മറ്റൊരു പോർഷൻ എടുക്കും. ഇവിടുത്തെ ഈ ആംഗിളിന്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് d5. ഫൈ ആണ് ആംഗിൾ, d5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സ്മോൾ. അത് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ചു. ഇനി r ആണ് റേഡിയസ് എങ്കിൽ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് എന്ന ഇക്വേഷൻ. ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞതാ ഈ വാല്യൂ എത്രയുണ്ടെന്നുള്ളത്. അപ്പൊ ആർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ തീറ്റ d5 ആ. സോ d5 ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസിനെ r തന്നു കഴിഞ്ഞാൽ r d5 എന്ന് കിട്ടും.
ആർക്ക് ഈസ് ഈക്വൽ ടു ആർ ഡി ഫൈ. അപ്പം നമുക്ക് ഇവിടുത്തെ ഇത്രയും വാല്യൂ, ഈ ഒരു പോർഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് ആർ ഡി ഫൈ ആയിരിക്കും. എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ആഷ്ന കിട്ടിയോ? തീറ്റ ഈസ് ഈക്വൽ ടു, മനസ്സിലായോ? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ എടുത്തു. ഇത്രയാണ് ആർക്ക് എങ്കിൽ ആർക്ക് ബൈ ആർ, റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു ഈ തീറ്റ. ഇവിടുത്തെ തീറ്റ ഡി ഫൈ ആണ്. സോ ഡി ഫൈ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ ആർ, ഓർ ഇവിടുത്തെ ആർക്കിന്റെ ഇത്രയും പോർഷന്റെ നമ്മളൊരു സ്മോൾ ഇന്റർവെൽ എടുക്കുവാണ്. ആ ഇന്റർവെല്ലിൽ എത്രയാണ് ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് കണ്ടുപിടിക്കാം. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ഓർബിറ്റൽ മോഷൻ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ്. സോ നമുക്ക് എന്നാ കിട്ടി? അവസാനം ആർക്ക് ഈസ് ഈക്വൽ ടു ആർ ഡി ഫൈ എന്ന് കിട്ടി. ആർ ഇൻറ്റു ഡി ഫൈ. ഇനി ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പം ഇലക്ട്രോൺ ഓൾറെഡി ചാർജ് ഉണ്ട്. ഓക്കെ, ഒരു ചാർജ് മോഷനിൽ ഏർപ്പെടുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് എ കറണ്ട്. ആ ചാർജിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടാക്കും. ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് Q/T ആയിരിക്കും. ശരിയല്ലേ? ഇനി ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഏതാണ്? ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ഡിവൈഡ് ബൈ ടൈമിന് വരെ നമ്മൾ ക്യാപിറ്റൽ T കൊടുത്തു. ഒരു ഓർബിറ്റൽ മോഷനിൽ ഉണ്ടാകുന്ന കറണ്ട്. സോ T ഈസ് ദ പീരിയഡ് ഓഫ് ദ എലിപ്റ്റിക്കൽ മോഷൻ. So we can easily write it as the produced current I is equal to small I, text capital I, text നമ്മുടെ ടെക്സ്റ്റ് കിടക്കുന്ന സ്മോൾ ഐ, സ്മോൾ ഐ തന്നെ എഴുതിക്കൂ. സ്മോൾ I is equal to E divided by T. ഇനി ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം അറിയാവോ? ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം അറിയാം സർ. പറഞ്ഞേ. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം അനുസരിച്ച് V dot dl is equal to mu 0 I. അത് ആംബിയേഴ്സ് തിയറം അല്ലേ? നമ്മള് ബയോട്ട് സവാർട്ട്സിലോ കഴിഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റിക് മൊമെന്റത്തിന്റെ പറ. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഫോർ മാഗ്നറ്റിക് മൊമെന്റം. അത് ഓർമ്മയില്ല. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് M is equal to N into I into A. ഓർക്കുന്നുണ്ടോ? ഉണ്ട്. മാഗ്നറ്റിക് മൊമെന്റ് M is equal to N into I into A. അവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി മാഗ്നറ്റിക് മൊമെന്റ്, നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിനെ വേണമെങ്കിൽ മ്യൂ കൊണ്ടാണ് എഴുതുന്നത്. മ്യൂ ഈക്വൽ ടു NIA. I സ്മോൾ ലെറ്റർ ഇടാം, NIA. ഇപ്പൊ N ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോണിന്റെ മോഷൻ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ N എത്രയാകും? N1 ആകും. N1 ആയി കഴിഞ്ഞാൽ we can write it as mu is equal to I into A. That is another equation. ഇത് മൂന്നും ആദ്യം അറിയണം. അതായത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ആർക്ക് ബൈ റേഡിയസ് വെച്ച് നമ്മൾ ഈ സ്മോൾ എലമെന്റൽ പോർഷൻ പറഞ്ഞു. അത് മൂവ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു, E/T. ആംബിയർ സർക്യൂട്ട് ലോ അനുസരിച്ച് NIA ആണ് മാഗ്നറ്റിക് മൊമെന്റ്. ഐയുടെ വാല്യൂ ഇവിടെയുണ്ട്, നമുക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്കൊരു ഇവിടെ ഒരു A ഉണ്ട്. A എന്ന് പറഞ്ഞാൽ ഏരിയ. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത എലിപ്റ്റിക്കൽ ഓർബിറ്റലിന്റെ ഏരിയ. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എഴുതുമ്പം അതിനെ ഈ ഫൈയുടെ ടേമിലും ആറിന്റെ ടേമിലും എഴുതണം അല്ലേ? ഈ ആർ എന്ന് പറയുന്ന റേഡിയൽ വെക്ടറിന്റെ ടേമിലും, ഇപ്പൊ D5യുടെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ട്, ഇത്രയും പോർഷൻ എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ 0 മുതൽ T വരെയാണ് ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു. സോ ദ ടോട്ടൽ ഏരിയ ഫോർ ദ എലിപ്സ് A is equal to 0 to T.
ഇൻറ്റു ഹാഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ഇൻറ്റു ഡി. ഇതിനകത്ത് നോക്കിക്കേ, ഈ പോളാർ കോർഡിനേറ്റ്സോടെ വരും അല്ലേ. നമ്മളൊരു സാധാരണ രീതിയിലാണെങ്കിൽ ഒരു കാർട്ടീഷ്യൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആർ മാത്രമുള്ള പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് റേഡിയ ടോട്ടലായിട്ട് എടുക്കാം, ഏരിയ മൊത്തം എടുക്കാം. പക്ഷെ ഇവിടെ ദ ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് 0 to t. എന്തുകൊണ്ടാണ് 0 to t വന്നത്? ഇവിടെ മുതൽ ഈ ഇലക്ട്രോൺ ഒരു പ്രാവശ്യം കറങ്ങി തിരിച്ച് ഈ പോയിന്റ് വരെ എടുക്കാൻ വേണ്ടി അവൻ എടുക്കുന്ന ടൈം ഓഫ് ഓസിലേഷൻ ആണ് ടി, അല്ലെങ്കിൽ അതിന്റെ പീരിയഡ്. ഇപ്പൊ ഇന്റഗ്രേറ്റ് അവിടം വരെയും ചെയ്യണം. ഇനി ഈ വാല്യൂ ആണ് ഏത്? ഇപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ എടുക്കുക. ഇപ്പം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനെ കാണാൻ വേണ്ടി വെലോസിറ്റി ഇൻറ്റു ടൈം കൊടുത്താൽ മതി. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു സ്മോൾ ഓർബിറ്റ്, ഇതിനകത്തുള്ള ഒരു ഓർബിറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഏരിയ എടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു 1/2 ടേം വന്നത്. സോ this is the area of a central orbit now. This is the area of a central orbit. അതുകൊണ്ടാണ് ഈ 1/2 പോർഷൻ വന്നത്. ഇവിടെ ഇത് വെലോസിറ്റിയുടെ ടേമും ഇത് ടൈമിന്റെ ടേമും. അപ്പം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ അത് മൊത്തം മൂവ് ചെയ്ത ഇത് കിട്ടും. അതിനെ സെൻട്രൽ പോർഷൻ ആയതുകൊണ്ടാണ് ഈ 1/2 ടേം തന്നെ. അങ്ങനെ മനസ്സിലാക്കി ഇരുന്നാൽ മതി. സോ ഇന്റഗ്രൽ 0 to t ഹാഫ് ആർ സ്ക്വയർ ഡി ഫൈവ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി. അതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തേക്കാം. ഇനി ഇത് ഏരിയ. ഇനി കൺസിഡർ ദ ആംഗുലാർ മൊമെന്റം. കൺസിഡർ ദ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം PL. PL is equal to mass into velocity, mv. ഇവിടെ ഇതാണ് അതിന്റെ വെലോസിറ്റി കമ്പോണന്റ് എങ്കിൽ മാസ് ഇൻറ്റു ആർ സ്ക്വയർ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എഴുതാം. നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി മൊമെന്റം ഒരു റൊട്ടേഷണൽ മോഷൻ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഈ പി എല്ലിനെ ഒരു എം കൊണ്ട് കഴിച്ചാൽ ഇവിടുത്തെ എമ്മിനെ ഡിവൈഡ് ചെയ്യാം. സോ പി എൽ ബൈ എം ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അത് ഞാൻ ഇക്വേഷൻ 2 എടുത്ത്. അത് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചത്, ഈ ടേം കണ്ടോ, ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഇപ്പൊ ഇത് എന്തായി, ഈ ടേം എന്നായി, ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അപ്പൊ ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടിക്ക് പകരം നമ്മൾ എന്നാന്ന് കൊടുക്കാം, പി എൽ ബൈ 2m ഇവിടെ കൊടുക്കാം. സോ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം when 2 in 1, 2നെ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം a is equal to ഇന്റഗ്രൽ 0 to t ഹാഫ് ഇൻറ്റു, എന്നാ വെച്ചാൽ നമുക്ക് ഇതിനെ ആറും ഡി ഫൈവും ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ, പാടായതുകൊണ്ട് നമ്മൾ മൊമെന്റത്തിന്റെ ടേമിലോട്ടാക്കും. പി എൽ ബൈ 2m ഇൻറ്റു ഡി ടി. ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി തന്നെയാണ് അല്ലേ. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ആണ് എക്സ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ഡി ടി എടുത്തു കഴിഞ്ഞാൽ ടി ആണ്. ടിയുടെ വാല്യൂ 0 മുതൽ ടി വരെയും കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ടി തന്നെ കിട്ടും. സോ ഏരിയ എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി എൽ ബൈ 2m ഇൻറ്റു ടി. ഹാഫ് ഇൻറ്റു പി എൽ ബൈ എം. പി എൽ ബൈ എം, പി എൽ ബൈ എം ഉള്ളൂ കേട്ടോ. ഈ ഹാഫ് വീണ്ടും ഒന്നാകത്തുള്ളൂ. ഹാഫ് ഇൻറ്റു പി എൽ ബൈ എം ഇൻറ്റു ടി. അതാണ് നമ്മളുടെ ഏരിയയുടെ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ മൊത്തം മ്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്, ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മ്യൂ ഓർബിറ്റിലാണെങ്കിൽ മ്യൂ എൽ ഈക്വൽ ടു ഐ ഇൻറ്റു എ. ഐ എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഇ ബൈ ടി അല്ലേ. ഇ ബൈ ടി
into area, half into PL by M into T. രണ്ട് Tയും ക്യാൻസൽ ചെയ്യാം. That is equal to E into PL divided by 2M. That is equal to mu L. Mu L equal to E into PL by 2M. അവിടെ വരെ എഴുതി അഷ്ന? എഴുതി സർ. സ്റ്റെപ്പ് കിട്ടുന്നുണ്ടായിരുന്നോ? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. mu L equal to E into PL by 2M. ഞാനിവിടെ കുറച്ച് മായ്ക്കാം കേട്ടോ, അല്ലെ നമുക്ക് ഇന്ന് എഴുതാൻ പറ്റില്ല. So mu L equal to പിന്നെ കിട്ടിയ E into PL by 2M. PL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു L into H കട്ട്. നമ്മൾ ഏറ്റവും ആദ്യം ഇതിന്റെ ബോർ ആറ്റം മോഡലൊക്കെ പറയുന്ന അവിടെ മുമ്പ് തന്നെ നമ്മൾ ദ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞായിരുന്നു. സോ L into H കട്ട് ആയിരിക്കും. നമുക്ക് ആ വാല്യൂ ഇങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ mu L equal to E into L into H കട്ട് ഡിവൈഡഡ് ബൈ 2M എന്ന് എഴുതാം. ഓർ mu L ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇനി L 1 ആയിട്ട് എടുത്താൽ if L equal to 1, mu L എത്രയാവും? mu L equal to E into H കട്ട് by 2M. That is equal to E into അല്ല E by 2M into H കട്ട് എന്ന് പറഞ്ഞാൽ H by 2 pi. ഈയുടെ വാല്യൂ എത്രയാണ്? 1.6 into 10 raised to minus 90 ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല H കട്ട് എന്ന് പറഞ്ഞാൽ H by 2 pi. എൻ്റെ ഒരുമിച്ച് വാല്യൂ പറഞ്ഞുതരാം. 1.055 into 10 raised to minus 34. അല്ല അത് എച്ചിന്റെ വാല്യൂ അല്ലേ? 1.014 H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബൈ 2 into pi ചെയ്ത് നോക്കിയാൽ മതി. സോ മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9.109 into 10 raised to minus 30. ഇത് വാല്യൂ എല്ലാം കൂടെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then we obtained as mu L. അപ്പം നമ്മൾ കിട്ടുന്ന ഫസ്റ്റ് ഓർബിറ്റലിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നെറ്റോൺ. ഇൻ ദാറ്റ് കേസ് mu L നെ mu B എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കിട്ടുന്ന വാല്യൂ ഇതാണ് 9.274 into 10 raised to minus 24 joule T raised to minus 1. Okay, very very important. അതാണ് ബോർ മാഗ്നെറ്റോൺ. അതായത് mu L ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ mu L ന്റെ വാല്യൂ എന്ന് പറയുന്നത് L 1 ആകുന്ന കേസിൽ L is equal to 1, that is equal to E H കട്ട് by 2M. എല്ലാ വാല്യൂവും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9.274 into 10 raised to minus 24 joule T raised to minus 1. ഇനി ഇവിടെ നമ്മൾ E by 2M അല്ലേ? mu L എന്ന് പറയുന്നത് E by 2M. അല്ലെങ്കിൽ കൺസിഡർ ചെയ്താണ് mu L ഡിവൈഡഡ് ബൈ PL. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഇതൊക്കെ ചിലപ്പം ഒരു 1 വേർഡിലൊക്കെ ചോദിക്കാം 2 മാർക്കിനൊക്കെ. ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നായിരിക്കും? മാഗ്നറ്റിക് മൊമെന്റ്, റേഡിയൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിനെ ഓർബിറ്റൽ മൊമെന്റ് കൊണ്ട് ഹരിക്കുമ്പം കിട്ടുന്ന റേഷ്യോ. ഇതിനകത്ത് mu L ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നു മുമ്പേ? mu L ന്റെ വാല്യൂ എത്രയായിരുന്നു? ഇവിടെ E into PL by 2M. E into PL by 2M divided by PL. അപ്പൊ ഈ രണ്ട് PL ക്യാൻസൽ ആയി പോകും. ദാറ്റ്സ് ഈക്വൽ ടു E by 2M. So mu L by PL equal to E by 2M. E by 2M. Similarly,
mu s by ps equal to ഇനി E/2m തന്നെ. ഇവിടെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു കോൺസ്റ്റന്റും കൂടെയും വരും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്നത് L ആണെങ്കിൽ GL എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ എസ് ആകുമ്പോൾ അതിനെ GS എന്ന് എഴുതും. ഇനി ടോട്ടൽ ആംഗുലർ മൊമെന്റം മ്യൂ ജെ ഡിവൈഡഡ് ബൈ മോളില് സ്മോൾ ജെ ആണ്, ക്യാപിറ്റൽ ജെ, മ്യൂ എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജെ ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ നെഗറ്റീവ് ആണ്, മൈനസ് ജി ജെ ഇൻറ്റു E/2m. എല്ലാം E/2m മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി ഓരോ കേസിലും മ്യൂ എൽ ബൈ പി എൽ, അതായത് ഓർബിറ്റൽ മോഷൻ. ഇനി നമ്മൾ സ്പിൻ മോഷൻ എടുക്കുമ്പം മ്യൂ എസ് ബൈ എസ് എടുത്താലും മതി, ടോട്ടൽ സ്പിൻ കൊണ്ട് ഹരിച്ചാലും മതി. മ്യൂ എസ് ബൈ പി എസ് എന്ന് പറഞ്ഞു, മ്യൂ എസ് ബൈ എസ് ആയാലും മ്യൂ എസ് ബൈ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എസ് ഇൻറ്റു E/2m. മ്യൂ ജെ ബൈ ജെ ഈസ് ഈക്വൽ ടു മൈനസ് ജി ജെ ഇൻറ്റു E/2m. ഇവിടെ ഈ സ്മോൾ ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ഓർ ലാൻഡേജി ഫാക്ടർ. അതും വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം ദ ജൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്ന E/2m മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷെ കൃത്യം E/2m ആയിരിക്കില്ല, അതിനകത്ത് ഒരു വ്യത്യാസം വരാം. കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം എക്സ്പെരിമെന്റിൽ ചെയ്ത് നോക്കിയപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിയാകുന്നത്. അങ്ങനെ കിട്ടുന്ന സ്മോൾ ജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ഓർ ലാൻഡേജി ഫാക്ടർ. ലാൻഡേജി ഫാക്ടർ, അതാ ലെറ്റർ ജി ആയതുകൊണ്ട്, ലാൻഡേ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ്. സോ ദിസ് ഈസ് കോൾഡ് ലാൻഡേജി ഫാക്ടർ. ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് mu, mu L, mu S, mu J in terms of ലാൻഡേജി ഫാക്ടർ. ക്ലിയർ ആയോ? എന്നോട് പറയണോ ആഷിനെ? എഴുതിയായിരുന്ന സ്റ്റെപ്പുകൾ